ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത്. അവിടുത്തെ പിറ്റ് ലൈൻസൊക്കെ ഒന്ന് നോക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നത് പോലെ ഈ നേരെ കാണുന്നതാണ് നമ്മുടെ പുതിയ സ്റ്റേബിളിംഗ് ലൈനുകൾ. ഇപ്പുറത്തെ സൈഡിലാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ നിലവിലുള്ള പ്ലാറ്റ്ഫോമുകളും സ്റ്റേഷൻ ബിൽഡിങ്ങും എല്ലാം ഈ ഇടതുവശത്തൊക്കെ ആയിട്ടാണ്. അത് സ്റ്റെപ്പൊക്കെയാണ്, നമ്മുടെ ലിഫ്റ്റുകളൊക്കെ ഉണ്ട്. രണ്ട് പ്ലാറ്റ്ഫോമുകൾ, മീൻസ് ഒരു ചെറിയ, അതായത് ഒരു ടെർമിനേറ്റിംഗ് പ്ലാറ്റ്ഫോം അങ്ങേ അറ്റത്തുണ്ട്. അവിടെ മെമോ ഒക്കെയാണ് സാധാരണ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇപ്പുറത്ത് രണ്ട് പ്ലാറ്റ്ഫോം, ഇവിടെ ഇതൊരു മൂന്നാമത്തെ പ്ലാറ്റ്ഫോം. അത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇവിടെ നല്ല രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരു രണ്ട് സ്റ്റേബിളിംഗ് ലൈന്, ഈ രണ്ടെണ്ണം, ഇതും ഒരു രണ്ട് സ്റ്റേബിളിംഗ് ലൈനും, പിന്നെ ഇതാ ഇവിടെ ആയിട്ടൊരു പിറ്റ് ലൈനും നിർമ്മിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാണുന്നത് ഒരു നമ്മുടെ എന്താ പറയുക, പിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ ഒരു കോച്ചിങ് ഡിപ്പോ വേണമല്ലോ. ആ കോച്ചിങ് ഡിപ്പോ CDO പാലക്കാട്, ഭാവിയിലെ CDO പാലക്കാട്, ആ കാണുന്ന ബിൽഡിംഗ് ആയിരിക്കും. അവിടെ ആയിരിക്കും കോച്ചുകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത്. സോ ഞാൻ ആക്ച്വലി ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം നാഗർകോവിൽ പോയി. നാഗർകോവിലിൽ നിന്ന് തിരുനെല്വേലി വന്നു. തിരുനെല്വേലിയിൽ നിന്ന് ഡിണ്ടുഗൽ വന്നു. രാത്രിയിൽ ഡിണ്ടുഗൽ എത്തിയിട്ട് ഡിണ്ടുഗലിൽ നിന്ന് ഞാൻ നേരെ നമ്മുടെ പൊള്ളാച്ചിക്ക് വന്നു. പൊള്ളാച്ചിയിൽ നിന്ന് മെമൂല് കയറി പാലക്കാട് ടൗൺ ഇറങ്ങി. ഇനി ടൗണിൽ നിന്ന് നമ്മുടെ അടുത്ത മറ്റേ ചെന്നൈ പാലക്കാട് വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയിൽ കയറി പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അവിടുന്ന് പിന്നെ ഷൊർണൂരും കൂടെ പോയിട്ട് ഷൊർണൂരെ കാഴ്ചകളും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. അപ്പോൾ ഈ കാണുന്നതാണ് പിറ്റ് ലൈന്. പിറ്റ് ലൈനിൽ നമ്മുടെ കോച്ചുകൾ വന്ന് നിൽക്കും. ഇവിടെ ഈ താഴെ കാണുന്ന സ്ഥലത്തും ഈ മുകളിൽ കാണുന്ന ആ ഒരു തിട്ടയിലൊക്കെ നിന്ന് നമ്മുടെ കോച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ അറ്റകുറ്റപ്പണികൾ വേണ്ട കോച്ചുകൾ എന്താ പറയുക, നേരെ നമ്മുടെ CDOയിലോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും. അതായത് ചെറിയ ചെറിയ പണികൾ, മേജർ ഓവറോളിങ് എല്ലാം നമ്മുടെ എന്താ പറയുക, ഇവിടെ കൊണ്ടുപോയിട്ടായിരിക്കും, നമ്മുടെ എന്താ പറയുക, വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയിട്ടായിരിക്കും. ഇവിടങ്ങളിൽ ചെറിയ ചെറിയ വർക്കുകളായിരിക്കും നടത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ പിറ്റ് ലൈനിൻ്റെ കാഴ്ച. ഒപ്പം സ്റ്റേബിളിംഗ് ലൈനുകളും സ്റ്റേഷൻ ബിൽഡിങ്ങും അതേപോലെ തന്നെ ഭാവിയിൽ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ വരാനുള്ള CDOയുടെ, അതായത് കോച്ചിങ് ഡിപ്പോയുടെയും ദൃശ്യങ്ങൾ. അപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ എതിർവശത്തെ കാഴ്ചകളാണ്. ബാക്കി നമ്മുടെ സ്റ്റേബിളിംഗ് ലൈൻ ഇത് നമ്മുടെ എന്താ പറയുക, പിറ്റ് ലൈൻസ്. അതോടൊപ്പം നമ്മുടെ വണ്ടികളെ പ്ലാറ്റ്ഫോമിൽ നിന്നും സ്റ്റേബിളിംഗ് ലൈനിൽ നിന്നും പിറ്റ് ലൈനിൽ നിന്നും പുറത്തോട്ട് എടുക്കാനായിട്ടുള്ള ഷണ്ടിങ് നെക്കൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗത്ത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് പോണ വഴിക്ക് നമുക്ക് അതിൻ്റെ കാഴ്ചകളും കൂടി കാണാം. തൽക്കാലം നമുക്ക് പിന്നെ സ്റ്റേഷനിലോട്ട് അങ്ങ് പോകാം. അപ്പോൾ ആ കാണുന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നാണ് നമ്മുടെ അമൃത എക്സ്പ്രസ്സൊക്കെ രാമേശ്വരത്തോട്ട് പോകുന്നത്. അതേപോലെ രാമേശ്വരം, മധുരൈ, പളനി എന്നൊക്കെ വരുന്ന വണ്ടികൾ പാലക്കാടേക്ക് പോകുന്നത് അങ്ങോട്ടാണ്. ഇത് പാലക്കാട് ടൗണ്. അപ്പുറത്തായിട്ടാണ്, കുറച്ച് മുന്നിൽ പോയി റൈറ്റ് തിരിഞ്ഞാലാണ് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ. സോ ഈ കാണുന്നത് നമ്മുടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം, ആ കാണുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം, അങ്ങേ അറ്റത്തുള്ളത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം. ആ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്ത് 1A പ്ലാറ്റ്ഫോം, അത് ടെർമിനേറ്റിംഗ് ആണ്. വന്ന് എൻഡ് ചെയ്ത് തിരിച്ചു പോയ രക്ഷയുള്ളൂ. എൻജിനുമായിട്ട് വന്നാൽ എൻജിൻ റിവേഴ്സ് ചെയ്ത് പോയ രക്ഷയുള്ളൂ. എൻജിന് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴിയില്ല. സോ ഇവിടെ ഇതൊരു സ്റ്റേബിളിംഗ് ലൈന്, ഇവിടെയും ഒരു സ്റ്റേബിളിംഗ് ലൈന്, അപ്പുറത്ത് അങ്ങറ്റത്താണ് പിറ്റ് ലൈന്. അപ്പോൾ ഇനിയും സ്റ്റേബിളിംഗ് ലൈൻസിനുള്ള സ്ഥലങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിളിംഗ് ലൈൻസിനുള്ള സ്ഥലം ഇനിയും കിടപ്പുണ്ട്.
പക്ഷേ ഒരു പിറ്റ് ലൈനും ഒരു സ്റ്റേബിളിംഗ് ലൈനും, ഒരു പിറ്റ് ലൈൻ അപ്പുറത്തെ സൈഡിൽ, ആ സൈഡിലൊരു പിറ്റ് ലൈൻ വന്നാൽ ഇവിടെ ഒരു 2 സ്റ്റേബിളിംഗ് ലൈനും കൂടെ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് കാണാം. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അതായത് ആ ഭാഗത്തായിട്ട് ട്രാക്കിൽ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് അവർ കോൺക്രീറ്റ് ചെയ്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വാട്ടറിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോച്ചുകളിലൊക്കെ വെള്ളം നിറയ്ക്കാനായിട്ട് വേണ്ടിയിട്ട് പൈപ്പുകളുണ്ടല്ലോ, ആ പൈപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ. നല്ലൊരു അടിപൊളി മരമുണ്ട് അവിടെ നടുക്കായിട്ട്. അതൊക്കെ മിക്കവാറും പോകാനാണ് ചാൻസ്, ചെത്തിക്കളയാനാണ് സാധ്യത. കാരണം OHA ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ കാര്യം ഗോപിയാവും. സോ ഇനി നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. ഇവിടുന്ന് പാലക്കാട് ടൗണിൽ നിന്ന് പാലക്കാട് ജംഗ്ഷനിലോട്ട് പോണ വഴിക്ക് നമുക്ക് ബാക്കി കാഴ്ചകൾ, അതായത് നമ്മുടെ ഷണ്ടിങ് നെക്കിൻ്റെയൊക്കെ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ദാ അവിടെയൊക്കെ നിങ്ങൾക്ക് പിറ്റ് ലൈൻ കാണാം. പിന്നെ നമ്മുടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്ലാബുകളൊക്കെ വാർക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നിർമ്മാണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ റെയിൽ ഗതാഗതത്തിന് വളരെയധികം ഉപകരിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പിറ്റ് ലൈൻസാണ് ഒരു എന്താ പറയുക, കൂടുതൽ ട്രെയിൻ സർവീസുകൾ വരാനായിട്ടാണേലും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ പിറ്റ് ലൈൻസാണ്. സോ അത് വരുന്നത് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ദുർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്കൊന്നും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ആരും അങ്ങനെ പിറ്റ് ലൈൻസ് വേണമെന്ന് ആരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് കാണാറില്ല. എല്ലാവർക്കും കുറേ വണ്ടിക്ക് സ്റ്റോപ്പ്, ഈ വണ്ടി എങ്ങനെ ഓടിക്കണമെന്നോ ഈ വണ്ടി ഓടിക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങളെന്നോ ആരും തിരക്കാറില്ല. ഒരു നേതാക്കന്മാരും തിരക്കാറില്ല. എല്ലാവർക്കും വണ്ടി വേണം, കുറേ സ്റ്റോപ്പും വേണം. ഉള്ള വണ്ടിക്ക് പിന്നെയും സ്റ്റോപ്പ് വാങ്ങിച്ചു കൊടുത്ത് ആ വണ്ടി സാച്ചുറേറ്റ് ആവുന്ന അവസ്ഥയാവുമെന്നല്ലാതെ യാത്രക്കാർക്ക് ഒരു ഗുണവുമില്ല. കൂടുതൽ ടിക്കറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. പുതിയ വണ്ടികൾ വരണം, പുതിയ വണ്ടികൾ വരണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൗകര്യം വേണം. അതിന് ഇതുപോലെയുള്ള പിറ്റ് ലൈനുകളും സ്റ്റേബിളിംഗ് ലൈനുകളും ഒക്കെയാണ് അത്യാവശ്യം. അപ്പോൾ എന്തായാലും ഇത് കേരളത്തിന് എന്തായാലും വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. നമുക്കിനിയിപ്പം ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷണ്ടിങ് നെക്ക് ഒന്ന് കാണാം. ഷണ്ടിങ് നെക്കിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികളായാലും ഈ നമ്മുടെ പിറ്റ് ലൈനിലുള്ള വണ്ടികളായാലും സ്റ്റേബിളിംഗ് ലൈനിലുള്ള വണ്ടികളായാലും പുറത്തോട്ടെടുത്ത് ബ്രേക്കിനെ നീക്കാനായിട്ട്, അതായത് പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും അതേപോലെ പിറ്റ് ലൈനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും സ്റ്റേബിളിംഗ് ലൈനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേക്കുകളെ മാറ്റാനായിട്ട് നമുക്ക് എന്താ പറയുക, ഷണ്ടിങ് നെക്ക് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ അത്യാവശ്യമാണ്. ആ ഒരു സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പം പാലക്കാട് ടൗൺ സ്റ്റേഷനിലെ യാർഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ആ ഷണ്ടിങ് നെക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലം. ഇതുവഴിയായിരിക്കും ഷണ്ടിങ് നെക്ക്, റേക്കുകളൊക്കെ ഷണ്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നത് ഇതുവഴിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക് പോളുകളൊക്കെ ഇവിടെ പിടിപ്പിക്കുന്നുണ്ട്. കുറച്ച് ദൂരം ലൈൻ ഇട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറച്ച് ദൂരം ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷണ്ടിങ് നെക്ക്. അപ്പോൾ അതിങ്ങനെ, അതായത് ഒരു 24 കോച്ച് നീളത്തിന് ഈ സാധനം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കണം. എന്നാലേ നമുക്ക് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന വണ്ടീനെ സ്റ്റേബിളിംഗ് ലൈനിലോട്ടും പിറ്റ് ലൈനിലോട്ടും ഒക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ലൈനാണ്, സെപ്പറേറ്റ് ലൈനാണിത്. പിന്നെ ഈ പാലക്കാട് ഭാഗത്ത് അപ്രൂവ് ആയേക്കുന്ന മറ്റൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറളി ബൈപ്പാസാണ്. അതായത് ഇപ്പം നമ്മൾ ഈ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി നേരെ വലത്തോട്ട് തിരിഞ്ഞ് പാലക്കാട് ജംഗ്ഷനിൽ കയറുകയാണ് ചെയ്യുക. അപ്പം തിരുവനന്തപുരം ഭാഗത്തേക്കോ ഷൊർണൂർ ഭാഗത്തേക്കോ ഒരു വണ്ടിക്ക് പോകണമെങ്കിൽ, അതായത് എറണാകുളം, തിരുവനന്തപുരം, ഷൊർണൂർ, കോഴിക്കോട്, മംഗലാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു വണ്ടിക്ക് പോകണമെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകാൻ തോന്നുന്നു. എന്തൊക്കെയോ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ ഭാഗങ്ങളിലേക്ക്, അതായത് മംഗലാപുരം, ഷൊർണൂർ, നിലമ്പൂർ, അതുപോലെ നമ്മുടെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം ഒക്കെ ഒരു വണ്ടിക്ക് പോകണമെങ്കിൽ പാലക്കാട് ജംഗ്ഷനിൽ ചെന്ന് എൻജിൻ റിവേഴ്സ് ചെയ്ത്, നമ്മുടെ അമൃത പോകുന്ന പോലെ എൻജിൻ റിവേഴ്സ് ചെയ്ത് പോകാനേ നിലവിൽ പറ്റത്തുള്ളൂ. ഭാവിയിൽ ഈ പറഞ്ഞ രണ്ട് പൂച്ച ഈ ഭാവിയിൽ ഈ പറഞ്ഞ രണ്ട് സെപ്പറേറ്റ് പറളി ബൈപ്പാസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വണ്ടികൾക്ക് ഷൊർണൂർ ലൈനിലോട്ട് തന്നെ കയറാനായിട്ട് പറ്റും. അതാണ് പറളി ബൈപ്പാസ് പ്രോജക്റ്റ്. അതായത് ഇപ്പം നമ്മളിത് പാലക്കാട് ടൗൺ സൈഡിൽ നിന്ന് നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നതാണ് നമ്മുടെ എന്താ പറയുക, തൃശ്ശൂർ ഷൊർണൂർ സൈഡിൽ നിന്നുള്ള ലൈന്. ആ ലൈനിനെ ബൈപ്പാസ് ചെയ്ത് ഒരു ട്രയാങ്കിൾ വരും. അപ്പം ബൈപ്പാസ് ചെയ്ത് ഇങ്ങോട്ട് കയറാതെ നേരെ അങ്ങോട്ട് ആ ലൈനിലോട്ട് വളഞ്ഞ് കയറുന്ന രീതിയിൽ പുതിയൊരു ലൈൻ വരും. അതാണ് അപ്രൂവ് ആയേക്കുന്ന പറളി ബൈപ്പാസ് പ്രോജക്റ്റ്. സോ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ ഇനി ഷൊർണൂരാണ്. ഷൊർണൂർ എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ കോയമ്പത്തൂർ മംഗലാപുരം വണ്ടിയിൽ ഷൊർണൂർ ജംഗ്ഷനിലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിലെ വർക്കുകളുടെ ഒരു കേസ് നമുക്കൊന്ന് നോക്കാം. നിലവിലെ ട്രയാങ്കിളിൻ്റെ അവസ്ഥ എന്താണ്? ഷൊർണൂർ ജംഗ്ഷൻ ട്രയാങ്കിൾ ഉണ്ടല്ലോ, 577 577 2. അപ്പം നമ്മുടെ ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മുടെ പാലക്കാട് നിന്ന് എറണാകുളം പോകാനായിട്ട് ഓൾറെഡി ഡബിൾ ലൈനുണ്ട്. ഈ കാണുന്ന 2 ലൈന് എറണാകുളം സൈഡിലോട്ട് പോകുന്ന ലൈനുകളാണ്, തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ലൈനുകളാണ്. അത് ഓൾറെഡി ആ സൈഡപ്പം ട്രയാങ്കിളിൻ്റെ ആ സൈഡപ്പം ഓൾറെഡി ഡബിൾഡാണ്. ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ട്രയാങ്കിളിൽ സ്റ്റേഷൻ വേണമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു വണ്ടി അങ്ങോട്ട് കയറുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറനാടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഏറനാട് എത്താറായി കാണണമല്ലോ, 10:45 ഏറനാടായിരിക്കും. അതെന്ത് കഷ്ടമല്ലേ, 2 വണ്ടി ബാക്ക് ടു ബാക്ക്. ഗ്യാപ്പിനായിരുന്നെങ്കിൽ ആൾക്കാർക്ക് നല്ലതായിരുന്നു. ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ജംഗ്ഷനിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ പോലും ഇവിടെ നമ്മൾ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിലവിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ രണ്ടാമത്തെ ട്രാക്ക് വരാൻ വേണ്ടിയിട്ട് അവർ മണ്ണൊക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എർത്ത് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് ചവിട്ടുവാണ്. ആ കാണുന്നതാണ്, ആ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ ഷൊർണൂർ ക്യാബിൻ എന്ന് പറയുന്നത്. നേരെ നോക്കുമ്പോൾ ഒരു നടുക്കായിട്ടൊരു ബിൽഡിംഗ് കാണാം. അതാണ് ഷൊർണൂർ ക്യാബിൻ. അതായത് മറ്റേ എറണാകുളം ലൈനിൻ്റെ സൈഡിലായിട്ടാണ് ആ ക്യാബിന്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഓരോ ലൈനിന് വേണ്ടിയിട്ട് അവർ എക്സ്ട്രാ ലൈൻ ട്രയാങ്കിളിൻ്റെ 3 സൈഡിലും ഡബിളിങ് നടക്കുകയാണ്. പ്ലസ് അപ്പുറത്ത് നമ്മുടെ പാലക്കാട് നിന്ന് പോകുന്ന എറണാകുളത്തോട്ടുള്ള ലൈനിനും തിരിച്ച് എറണാകുളം സൈഡിൽ നിന്ന് പാലക്കാടോട്ട് വരാനുള്ള ലൈനിനും വേണ്ടിയിട്ട് 2 എക്സ്ട്രാ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് കാണണം. ഈ ഒരു ഏരിയ ഞാനൊന്ന് കാണിച്ചതാണ്. ഇനി ബാക്കി നമുക്ക് നടന്ന് ഇതുവഴി പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നടന്നിട്ട് വരാം.
സ്റ്റേഷനിൽ പോയി കുറച്ച് വെള്ളമൊക്കെ വാങ്ങണം, എന്നിട്ട് വേണം നടക്കാനായിട്ട് വരാനായിട്ട്. നല്ലപോലെ ദാഹിക്കുന്നു. അപ്പോൾ സ്റ്റേഷനിൽ പോയി എന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ഷൊർണൂർ ഭാരതപ്പുഴ പാലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇത് നമ്മുടെ പാലം, അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ പാലക്കാട് സൈഡിൽ നിന്ന് എറണാകുളത്തേക്ക് പുതിയ 2 പാലം വരുമെന്ന്. ആ പാലത്തിന് വേണ്ടിയിട്ടുള്ള പിയറുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് വരുന്ന വണ്ടികൾ എറണാകുളം ഭാഗത്തോട്ട് ഈ ലൈൻ വഴിയാണ് പോകുന്നത്. അതേപോലെ തന്നെ ആ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ലൈന് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പാലക്കാട്ടോട്ടും നമ്മുടെ ഷൊർണൂർ സൈഡിലോട്ടും വണ്ടികൾ പോകാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷൊർണൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തോട്ട് പോകുന്ന, അതായത് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്ന വണ്ടികളും ഈ കാണുന്ന ട്രാക്ക് വഴിയാണ് പോകുന്നത്. സോ ഇവിടെ വരാൻ പോകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുതൽ ഈ ഭാരതപ്പുഴ മുതൽ നമ്മുടെ വള്ളത്തോൾ നഗർ വരെയുള്ള സ്ഥലം എന്ന് പറയുന്നത് 4 ലൈനാവും. അതായത് ഈ കാണുന്നത് 2 ലൈൻ ഇവിടെ ഉണ്ടല്ലോ, പുതിയത് വരുന്നുണ്ടല്ലോ, അതുകൂടാതെ ഈ 2 ലൈൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ നിന്നുള്ള നമ്മുടെ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള വണ്ടികൾക്ക്. അപ്പം ഷൊർണൂരിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ഇങ്ങനെ ഈ ട്രാക്കിൽ കൂടെ പോകും. അതേപോലെ ഷൊർണൂരോട്ട് കയറേണ്ട വണ്ടികൾ ആ ട്രാക്ക് വഴി പോകും. അപ്പോൾ 2നും സെപ്പറേറ്റ് ട്രാക്കുകൾ വരും. അപ്പം അതായത് ഷൊർണൂരിൽ നിന്ന് ഒരു വണ്ടി പുറത്തോട്ട് ഇറങ്ങുമ്പം അകത്തോട്ടൊരു വണ്ടി കയറാതെ കിടക്കേണ്ട അവസ്ഥ വരത്തില്ല. അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതേപോലെ ഈ നമ്മുടെ എന്താ പറയുക, ഇവിടെയും 2 ട്രാക്ക് വരുമ്പോൾ മറ്റേ പാലക്കാട് നിന്ന് നേരെ വണ്ടികൾക്ക് വള്ളത്തോൾ നഗർ വരെ കാത്തു കിടക്കാതെ പോകാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കന്യാകുമാരിക്കുള്ള പരശുരാമൻ ഇറങ്ങിപ്പോയപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിൽ നമ്മുടെ ശബരി വന്നിട്ട് ഇവിടെ ഔട്ടറിൽ കിടന്നിട്ടാണ് പോയത്. അപ്പം ഈ 4 ലൈൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈനിൽ കൂടെ നമ്മുടെ പരശു പോവും. അതേസമയം തന്നെ ശബരിക്കും വള്ളത്തോൾ നഗർ വരെ ഇവിടെ കാത്തു കിടക്കാതെ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ കാത്തു കിടക്കേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവിടം വരെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡ് ക്വാഡ്രപ്പിൾ ആവും. അതാണ് ഇവിടെ വരുന്ന ഒരു മാറ്റം. ബാക്കി മാറ്റങ്ങൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പാലക്കാടോട്ട് ഒരു വണ്ടി പോകുന്നതാണ് ആ കാണുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മുടെ പുതിയ ലൈനിന് വേണ്ടിയിട്ടുള്ള സ്ഥലം എടുത്തിട്ടുണ്ട്. ആ സ്ഥലം എടുത്തെടുത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തും ഒരു ലൈന് വരാനുള്ള സ്ഥലം പോലെ ലെവൽ ചെയ്ത് എർത്ത് വർക്കൊക്കെ ചെയ്ത് ഇവിടെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സൈഡിലെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഷൊർണൂർ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന ലൈനാണ്. അതേപോലെ തൃശ്ശൂർ സൈഡിൽ നിന്ന് ഷൊർണൂരോട്ടുള്ള ലൈനാണ്. ഇവിടെ നിലവിൽ ഒരു ട്രാക്കേ ഉള്ളൂ, ഈ കാണുന്ന ഈ ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ. അത് 2 ട്രാക്കായിട്ട് മാറും. അതാണ് ഇവിടെ വരാൻ പോകുന്ന മാറ്റം. അപ്പോൾ വണ്ടികൾ കാത്തു കിടക്കുന്ന ഒരവസ്ഥ കുറയും, കമ്പാരിറ്റീവ്ലി കുറയും. ഓപ്പറേഷൻ കുറച്ചുകൂടെ സ്മൂത്താവും. അതാണ് ഗുണം. അപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഷൊർണൂർ ട്രയാങ്കിളിൻ്റെ ഷൊർണൂർ സ്റ്റേഷൻ്റെ എൻഡിലായിട്ട് വന്ന് നിൽക്കുകയാണ്. ആ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് നിന്ന് ഷൊർണൂരേക്ക് വരുന്ന ലൈനാണ്. അവിടെയും ഇതുപോലെ അവർ സ്ഥലമൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഒരു എക്സ്ട്രാ ലൈൻ വരാനായിട്ട്. ഇവിടെയും ഇങ്ങനൊരു ലൈൻ. അപ്പോൾ അത് മൊത്തത്തിൽ ഈ ട്രയാങ്കിൾ ഇപ്പോൾ സിംഗിളാണ്, ആ ട്രയാങ്കിൾ അങ്ങ് ഡബിളായിട്ട് മാറും, ഡബിൾ ലൈനായിട്ട് മാറും. അതാണിവിടെ വരാൻ പോകുന്ന മാറ്റം. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ പാലക്കാട് അപ്ഡേറ്റ്, ഷൊർണൂർ അപ്ഡേറ്റ്, ഇത് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റുന്നില്ലായിരുന്നു, സമയം കിട്ടുന്നില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. കുറച്ച് കറങ്ങി, കുറച്ച് ഉറക്കമൊക്കെ ഒഴിക്കേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ തരുന്ന കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്, പരമാവധി എല്ലാത്തിനും റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് തുടരുക, സപ്പോർട്ട് തുടരുക. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ് കെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.